ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൊല്യൂഷൻ മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ലോഗോ എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്നാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ സൊല്യൂഷൻ മേക്കർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെ വളരെ മനോഹരമായി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് വെച്ചിട്ട് ഇതുപോലെ ലോഗോ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങളുടെ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. നമ്മൾ പിക്സാർട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് ശേഷം ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ലോഗോ ആക്കേണ്ട ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രോപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ ക്യാൻവാസിൽ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിലുള്ള ഒരു ആരോ നിങ്ങൾക്ക് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ ഇഷ്ടം പോലെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ ബ്രഷിൻ്റെ കളർ വൈറ്റ് ആക്കുക. വൈറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് സൈഡിലൊക്കെ കാണുന്ന ആ ബ്ലാക്ക് കളറെല്ലാം ഇതുപോലെ മായ്ച്ച് കളയുക. വളരെ വൃത്തിയായിട്ട് വേണം ചെയ്യാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവിടെ ആഡ് ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫില്ല് അതുപോലെ സ്ട്രോക്ക് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴോട്ട് നീക്കി കഴിഞ്ഞാൽ അത് സ്ട്രോക്കിലേക്ക് ഇടുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു റൗണ്ട് വരച്ച് കൊടുക്കാം. നമ്മുടെ പിക്ചറിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ അതിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് ശരിയാക്കി കൊടുക്കാം. ഇനി മുകളിലുള്ള ഒരു ടിക്ക് മാർക്ക് ഒന്നുകൂടി പ്രസ് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അത് എടുത്തിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ പേരോ നിങ്ങൾ ആ ലോഗോക്ക് സെറ്റ് ചെയ്യാൻ വിചാരിച്ച പേര് എന്താണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫോണ്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, പിക്സാർട്ടിൽ ഒരുപാട് ഫോണ്ട് ഉണ്ട്, അതൊക്കെ ശരിയാക്കുക. എന്നിട്ട് സ്ട്രോക്ക് ഇട്ട് കൊടുക്കുക ആ ഒരു നെയിമിന്. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു നെയിം നിങ്ങളുടെ ലോഗോയുടെ താഴെ ഇതുപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാനുള്ള. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സെലക്ട് ചെയ്ത് ലാർജ് ആക്കി വെക്കുക. അതിനുശേഷം ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞ മോഡിലേക്ക് ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഇമേജ് ഇതുപോലെ കളർഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. ഗായ്സ്, അപ്പോൾ നമ്മുടെ ലോഗോ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് സേവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് മുകളിലായിട്ട് നിങ്ങൾക്കൊരു വൈറ്റ് കളർ ഏരോ കാണാം. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സേവ് ആകാനുള്ള ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് സേവ് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആകും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഈ ഒരു ഫോട്ടോയാണ് നമ്മൾ ഇതുപോലത്തെ ഒരു അടിപൊളി ലോഗോ ആക്കി മാറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫേസ് വെച്ചിട്ട് ഇതുപോലെ ലോഗോ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ. Tell me pretty lies, look me in the face. Tell me that you love me,